إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلنسألن الذين أرسل إليهم ولنسألن المرسلين. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ പ്രായോഗികവൽക്കരിക്കുകയും ആ നിലയ്ക്ക് തന്നെ അവസാന നിമിഷം വരെയും ഒരു സ്വാലിഹായി ഒരു മുസ്ലിമായി ജീവിക്കാനും അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവന്റെ പൊരുത്തത്തോടുകൂടി ഒരു മുഹ്സിനായി മുത്തഖിയായി മുസ്ലിമായി യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധ ഖുർആനിലെ 7-ാമത്തെ സൂറത്തുൽ അറാഫിലെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു, ഫലനസ്അലന്നൽ ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. ഫലനസ്അലന്ന, തീർച്ചയായും നാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അല്ലദീന ഉർസില ഇലൈഹിം, അവരിലേക്ക് അയക്കപ്പെട്ടവരെ. വലനസ്അലന്നൽ മുർസലീൻ, തീർച്ചയായും അങ്ങനെയുള്ള മുർസലീങ്ങളെ നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പറയപ്പെട്ട വിഭാഗം ആദരണീയരായ പ്രവാചകന്മാരുടെ ഒരു വിഭാഗത്തെക്കുറിച്ചാണ്. വലിയ ദൗത്യവുമായി അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള പ്രവാചക വൃന്ദത്തെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആ മഹാവിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഫുഖഹാകളായ ഉലമാക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഉത്തരവാദിത്വം എന്നുള്ള വലിയൊരു വിഷയത്തെക്കുറിച്ചാണ് അവർ അതിലൂടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ലോകത്തേക്ക് അള്ളാഹുവിന്റെ റിസാലത്തിനെ എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യവുമായി ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് ഓരോരോ പ്രവാചകന്മാർ. പ്രത്യേകിച്ചും മാതൃവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾ എന്നുള്ള നിലയ്ക്ക്, അനുയായികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മേലും ആ ഒരു റിസാലത്തിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദീനുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ മുതൽ നമ്മുടെ നിത്യജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട സകലമാന ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് ചോദിക്കും എന്നുള്ള വലിയൊരു വിഷയത്തെക്കുറിച്ചാണ് ഈ ആയത്തിന്റെ കേവലമായ അർത്ഥങ്ങൾക്കും അപ്പുറം
അതിൻ്റെ പ്രായോഗികമായ വിശാലമായ അർത്ഥതലങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് മുഫസ്സിറുകളായ ഉലമാക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പല നിലയ്ക്കുള്ള ഉത്തരവാദിത്വവും പേറിക്കൊണ്ടാണ് ഓരോരോ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബുലൂഗ് ആകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമയമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ബുലൂഗ് ആകുക എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും ഒരു വയസ്സുമായോ അല്ലെങ്കിൽ ഇത്തരം വർഷമാകണമെന്നുള്ള ഒരു നിബന്ധന ഇസ്ലാം ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനും മുന്നോട്ട് വെച്ചിട്ടുള്ള ഹദീസും മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷെ പലപ്പോഴും വിശുദ്ധ ഖുർആനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കേണ്ട ഉത്തരവാദിത്വം അല്ലേ സയൻസ് ലോകത്ത് നിർവഹിക്കുന്നത് എന്നുള്ള ആ ഒരു ധാരണയെ കൂടുതൽ ശരിയാകത്തക്ക വിധമാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയാകേണ്ട ഒരു പ്രായമായി നാം ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് 15 വയസ്സായിരുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് തന്നെയാണ് ആദ്യമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചതെങ്കിലും, അല്ലെങ്കിൽ ലോകോത്തര തലത്തിലുള്ള മനഃശാസ്ത്രങ്ങളുടെയും കാഴ്ചപ്പാട് ഒരു കാലഘട്ടത്തിൽ അതായിരുന്നുവെങ്കിൽ ഇന്ന് WHO അടക്കമുള്ള കൂട്ടായ്മകൾ ആ പ്രായത്തെ, ആ ഒരു പരിധിയെ തിരുത്തിയിരിക്കുകയാണ്. 15 വയസ്സൊന്നുമല്ല. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യത്തെ മുൻനിർത്തി നോക്കിയാൽ ഹോർമോൺ വ്യതിയാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് 10 വയസ്സ് മുതലാണ് ആൺകുട്ടികളുടെ പ്രായത്തിന്റെ ആ ഒരു പൂർത്തീകരണത്തിന്റെ ഒരു സമയമായിട്ടൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ഭുതത്തോടു കൂടി നോക്കിക്കാണാൻ സാധിക്കും. പലപ്പോഴും ഖുർആനിലുള്ള വിശ്വാസ്യതയും ഹദീസിലുള്ള വിശ്വാസ്യതയും സയൻസിന്റെ മുന്നിൽ സംശയത്തോടു കൂടി നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം അത്ഭുതം തോന്നുമെങ്കിലും ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള റിസാലത്താണ് എന്ന് ശരിയായ തിരിച്ചറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ലോകത്ത് ഏത് തരം പഠനങ്ങളും നിർവഹിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്നുള്ളത് അള്ളാഹുവിന്റെ റിസാലത്തിനെ വ്യാഖ്യാനിക്കുക, വിശദീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു, അത് ബുലൂഗ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ എത്തുക എന്നാണ്. എപ്പോഴാണോ ഓരോ ആളുകളിലും അവരുടെ പ്രായപൂർത്തി എത്തുന്നത്, അതാണ് ആ വാക്കുകൊണ്ട് തന്നെ ഒരു പ്രായോഗികമായ അതിന്റെ ശൈലിയിൽ തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത ആയത്തിൽ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ ആ ഒരു ബുലൂഗിന്റെ തലത്തെ കുറിച്ചാണ്. അപ്പൊ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാമയ്ക്ക് ബുലൂഗ് എത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ട സ്വപ്നത്തെ കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. വലമ്മ ബലഗ എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ ആ ഒരു ആയത്ത് തന്നെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് വർഷത്തിന്റെയോ പ്രായത്തിന്റെയോ കണക്കെടുക്കേണ്ടതില്ല. അതേത് സമയത്താണോ ശരിയായ ഒരു ബോധം ഒരു മനുഷ്യനുണ്ടാകുന്നത്, ആ നിമിഷം മുതൽ അവന്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മളുടെയൊക്കെ ഒരു നാടിന്റെ സംസ്കാരവും കുടുംബാന്തരീക്ഷത്തെയും സാമൂഹികമായ വ്യവസ്ഥിതികളെയൊക്കെ മുൻനിർത്തി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വയം പര്യാപ്തതയിൽ എത്തണമെങ്കിൽ അയാൾക്ക് അയാളുടെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഒരു വിവാഹത്തിലേക്ക് കടന്നു ചെല്ലണം. അതിനുശേഷം മാത്രമേ സ്വന്തമായി തീരുമാനത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. പക്ഷെ അതേ സമയത്ത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ അവിടെയൊക്കെ നിലനിൽക്കുന്ന സാമൂഹികമായ കുടുംബ സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ UK പോലുള്ള രാജ്യങ്ങൾ അതിൽ ഈ ഒരു പരിധിയൊന്നും നിശ്ചയിക്കുന്നില്ല. അവർ ബുലൂഗ് എത്തിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള അവകാശവും അവസരവും അവർക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ആ ഒരു കുട്ടിയുടെ തീരുമാനത്തിനും അപ്പുറം മാതാപിതാക്കൾക്ക് കൈകടത്തുക സാധ്യമല്ല.
കാരണം സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ കുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഘടകവിരുദ്ധമായ രൂപത്തിൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ മാതാപിതാക്കൾക്ക് പോലും സാധ്യമല്ല എന്നുള്ള സ്വതന്ത്രമായ ഒരു തീരുമാനത്തിലേക്കാണ് ഈ രാജ്യങ്ങളൊക്കെ അവർക്കുള്ള ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. അതിനപ്പുറത്ത് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരെ ഗവൺമെന്റ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവർ, ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബുലൂഗ് എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഉത്തരവാദിത്വത്തിലേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലുന്ന ഒരു തലമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹദീസ് ബോധ്യപ്പെടുത്തുന്നു. ഇപ്പോ അബൂബക്കർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഇത് സഹിഹായ ഹദീസാണ്. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള സഹീഹാണ് എന്നുള്ള വിഷയത്തിൽ മുഹദ്ദിസുകളായ ഉലമാക്കളൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഒരു ഹദീസാണ്. അപ്പൊ അതിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നിശ്ചയമായും കേട്ടിട്ടുണ്ട്. യഖൂലു, അവിടുന്ന് പറയുന്നു, കുല്ലുക്കും റാഇൻ വ മസ്ഊലുൻ അൻ റഅയ്യതിഹി, കുല്ലുക്കും റാഇൻ, നിങ്ങളിലുള്ള ഓരോരോ ആളുകളും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബുലൂഗ് എത്തുക എന്നുള്ളതാണ്. ബുലൂഗ് എത്തുന്ന ആ ഒരു കാലം മുതൽക്ക് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രായം മുതൽക്ക്, അത് നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എല്ലാ ആളുകളും ഉത്തരവാദിത്വ ബോധ്യമുള്ളവരായി തീരണമെന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമുക്കിടയിലുള്ള കൗമാരക്കാരെ നാം ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ അലസരായിട്ടാണ് നല്ലൊരു ശതമാനം കൗമാരക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അലസതയാണ്. സമയങ്ങളൊക്കെ വെറുതെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. മൊബൈൽ ഫോണുകളും അവയിലുള്ള ഗെയിമുകളും അതുപോലെ തന്നെ വീഡിയോസും അവർക്കിഷ്ടമുള്ള കുറെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. സമയങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ വിലപ്പെട്ടതാണ് സമയം. ഈ ഒരു സമയത്തിന്റെ വിഷയത്തിൽ 100% നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്ന് ഖുർആൻ അടിക്കടി നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് പ്രായത്തിലുള്ളവരാണെന്ന് ചോദിച്ചാൽ ബുലൂഗ് എത്തിയത് മുതൽ, അത് 10 വയസ്സായിരുന്നാലും അല്ലെങ്കിൽ 9 വയസ്സുകാരനായിരുന്നാലും, WHO സംബന്ധിച്ചിടത്തോളം 10 വയസ്സ് മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് 15 വയസ്സ് എന്ന് പറഞ്ഞ വിഭാഗമാണ് WHO. ഇനിയിപ്പോ അത് ചിലപ്പോൾ 9 ആകാം. ഇസ്ലാമിനെ സംബന്ധിച്ച് അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. വർഷമല്ല ഇവിടുത്തെ കണക്ക്. നിനക്ക് ഏത് പ്രായവും ആകട്ടെ, നീ ബുലൂഗ് എത്തിയോ, ഇത് മാത്രമാണ് ഇസ്ലാം അവനോട് ചോദിക്കുന്നത്. ബുലൂഗ് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കുന്നതിന് ഒരു വ്യക്തി പ്രാപ്തി ഉണ്ടാകുന്ന ഒരു സമയം എന്നുള്ള നിലയ്ക്കാണ്. നീ പ്രാപ്തനായിട്ടുണ്ട് എന്നാണ് അതിന്റെ താല്പര്യം. നിനക്ക് കഴിവില്ല, നീ അലസനാണ്, ശരിയായ കാഴ്ചപ്പാടില്ലാത്തവനാണ് എന്നുള്ളത് അത് നിന്റെ മാത്രം പ്രശ്നമാണ്. പൊതുവിൽ ആ ഒരു കാര്യബോധമുള്ളവനായിട്ടാണ് ഇസ്ലാം ഓരോരോ ആളുകളെയും പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും റായികളാണ്. വമസ്ഊലുൻ അൻ റഅയ്യതിഹി, അതായത് ഏതൊരു വിഷയത്തിലാണോ നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ വിഷയത്തിൽ 100% നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഫൽ ഇമാം, അപ്പോൾ ഒരു ഇമാം എന്ന് പറഞ്ഞാൽ നേതൃത്വം കൊടുക്കുന്നയാള് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളതിനെ പള്ളിയിൽ മാത്രം ചുരുക്കിക്കൂട്ടി എന്നുള്ളത് നമ്മുടെ പലപ്പോഴുമുള്ള ഒരു വിവരക്കേടിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ച ഒരു അപകടമാണ്. ഇമാം ഏത് മേഖലയിലും നേതൃത്വം കൊടുക്കുന്ന ആളുകളായിക്കോട്ടെ, അവരെയൊക്കെ ഇമാം എന്നാണ് പറയുക. ഫൽ ഇമാം, അപ്പോൾ ഇമാം റാഇൻ, അദ്ദേഹം ഒരു റാഇയാണ്. ഇപ്പൊ രാഷ്ട്രീയ രംഗത്തുള്ള ഇമാമുമാരെ നമ്മുടെ മുന്നിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മതമേഖലയിലുള്ള ഇമാമുമാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ ഓരോരോ മേഖലകളിലും ഇമാമത്ത് നിർവഹിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ആളുകളെയാണ് ഇമാം എന്നതുകൊണ്ട് ഇവിടെ ഹദീസ് ഉദ്ദേശിക്കപ്പെടുന്നത്.
അപ്പോൾ ഓരോരോ ഇമാമുകളും റായിൻ, അവരൊക്കെ റായികളാണ്. വഹുവ മസ്ഊലുൻ, അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അൻ റായിയത്തിഹി, അവരുടെ ഉത്തരവാദിത്വത്തിന്റെ വിഷയത്തിൽ. അപ്പൊ നമുക്കറിയാം, ഇമാമത്ത് എന്നുള്ളത് ഒരു അലങ്കാരമായിട്ടും ഒരാവേശമായിട്ട് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹാബത്തിന്റെ കാലഘട്ടങ്ങളെക്കുറിച്ചും അവരുടെ ചരിത്രങ്ങളെക്കുറിച്ചും പരിശോധിച്ച് നോക്കുമ്പോൾ ഇമാമത്തിന് അർഹരായ സ്വഹാബത്തിനെ അവരുടെ തന്നെ കൂടെയുള്ള ആളുകൾ, നിങ്ങൾ ഇമാമത്തിന് അർഹതയുള്ളവനാണ്, നിങ്ങൾ അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ വലിയ മനപ്രയാസപ്പെടുകയും പൊട്ടിക്കരയുകയും ആ ഒരു ഇമാമത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് എന്നെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് പിന്മാറുന്ന ധാരാളം സഹാബത്തിന്റെ ചരിത്രങ്ങൾ വലിയ ആവേശത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഈ അത്ഭുതം നമ്മളിൽ ഉണ്ടാകാനുള്ള കാരണം അതിന്റെ പ്രായോഗികത നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത്ഭുതം എന്നുള്ളൊരു വികാരത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ചും വലിയ പ്രാധാന്യമൊന്നുമില്ല. അത്ഭുതപ്പെടാൻ പാടില്ല. കാരണം എല്ലാത്തിന്റെയും പ്രായോഗികതയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്ഭുതപ്പെടുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഈ മഹത്തുക്കൾ അവരുടെ ഉത്തരവാദിത്വ രംഗത്ത് നിന്നും പിന്മാറിയത്? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഈ വാഹനം ഉപയോഗിച്ചിട്ട് ഈ പള്ളിയിലെത്തിയ ആളുകളായിരിക്കും. ഈ വരുന്ന വഴിയിൽ പല സ്ഥലത്തും ചില കുണ്ടും കുഴിയിലൂടെയൊക്കെ നമ്മുടെ വാഹനങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ടാകാം. അത്തരം കുണ്ടും കുഴികളും നമ്മുടെ വാഹനത്തിന് തകരാറുകൾ സൃഷ്ടിക്കും. കാരണം ഒരു റോഡ് വളരെ മോശപ്പെട്ട റോഡാണെങ്കിൽ നിരന്തരം ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ അവരുടെ വാഹനവുമായി ഇടയ്ക്കിടെ വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. സാമ്പത്തിക ചെലവുകൾക്ക് കാരണമാണ്. അതുപോലെ തന്നെ ശാരീരികമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പല ആളുകൾക്കും നടുവേദന പോലുള്ള വലിയ പ്രയാസകരമായ രോഗങ്ങൾക്കും ഒരു ജോലിക്ക് തന്നെ പോകാൻ തടസ്സമുണ്ടാകുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ് ഇത്തരം ഒരവസ്ഥയിലേക്ക്, പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് തങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇവിടെ നമുക്കിടയിൽ രാഷ്ട്രീയ രംഗത്ത് ഇമാമുമാരായിട്ട് ഇപ്പൊ ഓരോ പ്രദേശങ്ങളുടെ ഇമാമുമാരെയാണല്ലോ നമ്മൾ കൗൺസിലർമാർ എന്ന് വിളിക്കുന്നത്. രാഷ്ട്രീയ രംഗത്തെ ഇമാമുമാരാണ്, അവരാണ് ആ പ്രദേശത്തിന്റെ വിഷയത്തിൽ ആത്യന്തികമായ തീരുമാനമെടുക്കേണ്ടത്. അപ്പൊ അവരുടെ ഇമാമത്തിന്റെ വിഷയത്തിൽ അവർ വീഴ്ചകൾ വരുത്തിയത് കൊണ്ടാണ്. കാരണം അവർ പല നിലയ്ക്കുള്ള ഒഴിവ് കഴിവുകളും പറയുമായിരിക്കും. എപ്പോഴാണ്? ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം. അതിനു മുമ്പ് പറയില്ല. എന്താണ്? ജനങ്ങളെ പറ്റിച്ചിട്ട് എങ്ങനെയും എനിക്ക് ഈ ഒരു സ്ഥാനമാനത്തേക്ക് എത്തിപ്പെടണം. അതിനുവേണ്ടി ഇമാമത്തിന് മുമ്പ് എല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇമാമത്ത് ഏറ്റെടുത്തതിന് ശേഷമാണ് ഒഴിവ് കഴിവുകൾ പറയുന്നത്. അപ്പൊ ഈ ഓരോ ആളുകളും അവരുടെ വാഹനത്തിലൂടെ ഒരു മിറ്റിൽ ഇളകി കടന്നാൽ അതിന് പോലും ഉത്തരവാദിത്വം പറയേണ്ടി വരും എന്നുള്ളതാണ്. അത്രത്തോളം ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ഇതൊക്കെ ഒരു അലങ്കാരമായി ഉത്തരവാദിത്വങ്ങൾ മാറുമ്പോഴാണ്, സ്ഥാനമാനങ്ങൾ മാറുമ്പോഴാണ് അതിനൊന്നും വലിയ ഗൗരവമില്ലാതായി മാറുന്നു. ഒക്കെ സ്ഥാനമാനങ്ങളാണ്, അലങ്കാരങ്ങളാണ്. എന്നും ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ തനിക്കൊരു ഇരിപ്പിടം ഒരുക്കി വെക്കുമെന്നുള്ള ആ ഒരു ആവേശം, ആ ഒരു ഇരിപ്പിടത്തെ സ്വായത്തമാക്കാനുള്ള, കരഗതമാക്കാനുള്ള വല്ലാത്ത ആവേശം ഉണ്ടാകുമ്പോഴാണ് മത്സര രംഗം സജീവമാകുന്നത്. എനിക്ക് എങ്ങനെയും ആ ഒരു സ്ഥാനമാനത്തേക്ക് കയറി പറ്റണം എന്നുള്ള വല്ലാത്ത ആഗ്രഹമാണ്. പക്ഷെ അതിനെക്കുറിച്ച് ശരിയായ ഒരു ബോധമില്ലായ്മ, മതപരമായ ശരിയായ ഒരു ബോധമില്ലായ്മ. കാരണം ഈരാറ്റുപേട്ടയിലുള്ള നല്ലൊരു ശതമാനം കൗൺസിലർമാരും നിങ്ങളുടെ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നും, നിങ്ങളുടെ മതഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനാണ് എന്നും തുറന്ന് സമ്മതിക്കുന്ന വിഭാഗം തന്നെയാണ്. പക്ഷെ എന്നിട്ടും അവകളെ പ്രായോഗികവൽക്കരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകാനുള്ള കാരണം പലപ്പോഴും ഇതൊന്നും മതപരമായ ചർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. മതപരമായ ചർച്ച എന്ന് പറയുമ്പോൾ അത് കേവലം ചില നിർണിതമായ ആരാധനകളെ കുറിച്ചുള്ള മാത്രം ചർച്ചയായിട്ട് മാറും. അപ്പോൾ ഇതൊന്നും അത്രയധികം ഗൗരവം അർഹിക്കുന്ന വിഷയമല്ല. എന്റെ നമസ്കാരങ്ങളും നോമ്പുകളും അല്ലെങ്കിൽ ഹജ്ജുകളും ഒക്കെ താൻ നിർവഹിച്ചാൽ മതി, നാളെ സ്വർഗപ്രവേശം തനിക്ക് ഉണ്ടാകുമെന്നുള്ള വലിയൊരു തെറ്റ് ഈ നേതാക്കന്മാരെ അടക്കം നമുക്കിടയിലുള്ള അപ്രായോഗികമായിട്ടുള്ള മതസങ്കല്പങ്ങൾ പണ്ടേ പഠിപ്പിച്ചു വെച്ചത് കൊണ്ടാണ് ഈ വിഷയത്തിലൊന്നും യാതൊരു ഗൗരവമില്ലാത്തൊരു സമീപനം ഇങ്ങനെയുള്ള ആളുകൾ കാഴ്ചവെക്കുന്നത്. അതേസമയത്ത് സഹാബത്ത് ഏത് നിലയ്ക്കുള്ള ഒരു നിലപാടുകളാണ് അവരുടെ കർമ്മരംഗത്ത് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 100% ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഉമറിന്റെ ഭരണത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ ഒരു ഓരത്ത്
ഒരു നായ ചത്തുകിടന്നാൽ അതിന് പോലും ഉമർ അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ആ ഒരു ചിന്ത, അതൊരു ബോധ്യപ്പെടുത്തലാണ്, ലോകത്തുള്ള മുഴുവൻ ഇമാമിയങ്ങൾക്കുമുള്ള ബോധ്യപ്പെടുത്തലാണ്. ആ നിലയ്ക്കാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള വലിയൊരു ബോധ്യപ്പെടുത്തലാണ് ലോകത്തെ ആകമാനം റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നത്. കുല്ലുക്കും റാഇൻ, എല്ലാ ഉത്തരവാദിത്വമേറ്റ ആളുകളും അത് ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ തന്നെയാണ്. കുല്ലുക്കും മസ്ഊലുൻ, എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള വലിയൊരു ബോധ്യപ്പെടുത്തലാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ഹദീസുകളെ കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവുകളാണ് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് അവരെ നയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ നിലയ്ക്ക് ഈ ഹദീസിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള, പലപ്പോഴും പല ഹദീസുകളെയും മതമേഖലയിൽ നിന്നും ഒഴിവാക്കലാണ്. അങ്ങനെ വരുമ്പോഴാണ് മതത്തിന്റെ പ്രായോഗികത നഷ്ടപ്പെട്ടു പോകുന്നത്. മതത്തിന്റെ ആവശ്യകത ഇവിടെ ഉണ്ടോ, മനുഷ്യരൊക്കെ നന്നായ പോരെ എന്നുള്ള അന്ധമായ ചില ചിന്തകളും രൂപം കൊള്ളുന്നത് ഇത്തരം പല ഹദീസുകളെയും മതമേഖലയിൽ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഒരു അനന്തരഫലമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത്തരം ഹദീസുകളെയും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ചേർത്ത് വയ്ക്കണം. ഒന്നാമത് അതിനെ പ്രായോഗികവൽക്കരിക്കുന്ന ഒരു വ്യക്തിയായി ആ ഒരു സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് ലോകം ഈ നിലയ്ക്കുള്ള ഒരു ഇസ്ലാമിനെ കൂടുതൽ പഠിക്കേണ്ടി വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലയ്ക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും പ്രായോഗികവൽക്കരിക്കാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം നാളെ ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്തിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അവരുടെ ദൗത്യ നിർവഹണ രംഗത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള സൂറത്തുൽ അറാഫിലെ 6-ാമത്തെ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇതിന്റെ പ്രായോഗികമായ വശങ്ങളെക്കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച ആ ഒരു ചർച്ചയിൽ ഇത്തരം ഒരു ചർച്ച കേൾക്കുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത ആവേശമുണ്ടാകും. ശരിയാണ്, ഇവിടെയുള്ള മുഴുവൻ ആളുകളും ചോദ്യം ചെയ്യപ്പെടും. കാരണം തങ്ങൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടാതെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അപ്പൊ ആ ഒരു അസ്വസ്ഥത നിലനിൽക്കുമ്പോൾ ഇത്തരം ചർച്ചകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പം വല്ലാത്ത ഒരു ആവേശം ഉണ്ടാകുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു തലത്തിൽ ആ ഒരു ചർച്ച അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ചർച്ച ആവർത്തിക്കുകയാണ്. വറജുലു ഫി അഹ്ലിഹി റാഇൻ, ഓരോ പുരുഷന്മാരും അവരൊക്കെയും അവരുടെ കുടുംബത്തിലെ റായികളാണ് എന്ന് പറഞ്ഞാൽ ഇമാമത്ത് നിർവഹിക്കേണ്ട ആളുകളാണെന്ന് അർത്ഥം, നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ ചോദ്യം ചെയ്യും. എൻ്റെ കുടുംബത്തിലുള്ള ഓരോരോ അംഗങ്ങളും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത വിഷയത്തിൽ വ്യക്തിപരമായി അവരെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെ അള്ളാഹു ചോദ്യം ചെയ്യുമല്ലോ എന്നുള്ളതല്ല എന്നും എന്റെ മനസ്സിലോ ഉണ്ടാകേണ്ട ചിന്ത. അള്ളാഹുവേ, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ, എന്റെ ഭാര്യയുടെ വിഷയത്തിൽ, എന്റെ ഓരോരോ മക്കളുടെയും വിഷയത്തിൽ, അല്ലെങ്കിൽ എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഞാൻ ചെലവിന് കൊടുക്കുന്ന എന്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെയും വിഷയത്തിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ. ആ നിലയ്ക്കുള്ള ഒരു ചിന്ത എന്റെ കുടുംബത്തിലുള്ള ഓരോരോ ആളുകളുടെയും പ്രവർത്തനങ്ങളെയും അവരുടെ ചിന്താഗതികളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രേരണ എന്നിലേക്ക് അനുനിമിഷം നൽകിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ, എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള പരമാവധി പരിശ്രമങ്ങൾ ഞാൻ നടത്തണം. അല്ല ഞാൻ മാത്രം നല്ലതാണ്, എൻ്റെ കാഴ്ചപ്പാടൊക്കെ വളരെ നല്ലതാണ്, എൻ്റെ രീതികളും സമീപനങ്ങളും പ്രവൃത്തികളും ഒക്കെ വളരെ നല്ലതാണ്, അതോടുകൂടി ഞാൻ സ്വർഗത്തിൽ പോകുമെന്നുള്ള തെറ്റായ ധാരണയ്ക്കും അപ്പുറം എൻ്റെ മക്കളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ശൈലികൾ, അവരുടെ രീതികൾ, അവരുടെ ദീനിനോടുള്ള സമീപനങ്ങൾ, പൊതുസമൂഹത്തോടുള്ള സമീപനങ്ങൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ അതിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ശരിയായൊരു ബോധമാണ്. എൻ്റെ ഭാര്യ, ചില ആളുകളുണ്ട്
അവർ നല്ല ദീനീയായ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ ശ്രമിക്കും. പക്ഷെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാവും. തനിക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ കർശനമായ ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ചില നിയമങ്ങൾ നടപ്പിലാക്കുമെങ്കിലും ഭാര്യയുടെയും മക്കളുടെയും വിഷയത്തിൽ അവരെന്തും ആയിക്കോട്ടെ, ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ടാൻ ശരിയാകില്ല എന്നുള്ള തെറ്റായ ഒരു കാഴ്ചപ്പാടോടുകൂടി അവരങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അവരെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്. അതിന്റെ വിഷയത്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് വീട്ടിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ മാതൃകയുണ്ട്. ബോധ്യപ്പെടുത്തി കൊടുക്കണം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഭാര്യയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ പല ശരികളെയും വീട്ടിൽ നടപ്പിലാക്കാൻ വരുന്നത് പ്രശ്നം എന്നുള്ള ഒരു മാനദണ്ഡത്തെ മുൻനിർത്തിയിട്ടാണ്. അത് വലിയൊരു തെറ്റാണത്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് ആല ഇംറാനിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയാണ്. എന്താ അംഗീകരിക്കാനുള്ള കാരണം എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലൗ കുൻത ഫളൻ ഗലീളൽ ഖൽബ്. പ്രവാചകരെ, താങ്കൾ ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, ലംഫല്ലൂ മിൻ ഹൗലി, താങ്കളുടെ ചുറ്റുഭാഗത്ത് നിന്നും എല്ലാവരും ഓടിപ്പോയേനെ. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റി നിർത്തിയില്ല ഖുർആൻ. എല്ലാവരും ഓടിപ്പോയേനെ എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. ലംഫല്ലൂ എന്നുള്ള വാക്ക് എല്ലാവരെയും സൂചിപ്പിക്കുന്നു. അപ്പോ മുഴുവൻ ആളുകളും ഓടിപ്പോയനെ. എന്തുകൊണ്ട് അവർ ഓടിപ്പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, തെറ്റിനോടുള്ള താങ്കളുടെ സമീപനമാണ് അവരെ ചേർത്ത് നിർത്തുന്നത്. എന്ന് പറഞ്ഞാൽ സഹാബാക്കളൊക്കെ ചെയ്യുന്ന മുഴുവൻ തെറ്റുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചാൽ, ഫലനസ്അലന്നല്ലദീന എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മൾ ആദ്യം ഓതിവെച്ചു, സൂറത്തുൽ അറാഫിൽ 6-ാമത്തെ ആയത്ത്. അപ്പൊ സഹാബാക്കൾ ചെയ്യുന്ന തെറ്റിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദി ആകില്ലേ? ചോദ്യം ചെയ്യപ്പെടില്ല, ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടും. പക്ഷെ ആ ചോദ്യം ചെയ്യപ്പെടലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം 100% ഉത്തരവാദിത്വമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ഉത്തരമാണ് ലഭിക്കുക. എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ അടിക്കടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുന്നു. ബോധ്യപ്പെടുത്തിയാൽ മതി, അതിനപ്പുറത്തേക്കുള്ള വൈകാരിക പ്രകടനമൊന്നും വേണ്ട. എത്രയോ ആയത്തുകളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ആ ഒരു ശൈലിയിൽ തന്നെയാണ് ഓരോ കുടുംബത്തിന്റെ ഇമാമുകളായ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മതി. മക്കളെ ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്തണം. ആ മക്കളെ ആ നിലയ്ക്ക് തസ്കിയത്ത് അവർക്ക് കൊടുക്കണം. അതിനുള്ള നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അതിനപ്പുറത്തേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ പ്രശ്നമുണ്ടാക്കിയിട്ടാണ് ദീൻ നടപ്പിലാക്കുന്നതെങ്കിൽ അത് തന്നെ ദീനിന് വിരുദ്ധമാണ്. സമാധാനപരമായ അന്തരീക്ഷങ്ങൾ വീട്ടിൽ സൃഷ്ടിക്കുക എന്നും നല്ലത് അതാണ്. എവിടെയെങ്കിലും ഒരു മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ മാത്രമേ മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലാതെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ വലിയ ഭീകരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചിട്ടോ അല്ല. അത് ദീനിന് വിരുദ്ധമാണ്. ഒരു തെളിവ് പോലും നമുക്ക് ഹദീസിൽ നിന്നോ ഖുർആനിൽ നിന്നോ കണ്ടെത്താൻ കഴിയില്ല. കാരണം പ്രശ്നങ്ങളിലൂടെ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒരു തെളിവ് പോലും നമുക്ക് എവിടെയും കണ്ടെത്തുക സാധ്യമല്ല. അപ്പൊ എന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തണം. ഭാര്യയെ ബോധ്യപ്പെടുത്തണം, മക്കളെ ബോധ്യപ്പെടുത്തണം. അപ്പൊ ഈ രൂപത്തിൽ മുഴുവൻ ആളുകളും അവരുടെ ദൗത്യം നിർവഹിക്കണം. വിശാലമായ ഒരു ഹദീസാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ വിശാലമായ തലത്തിൽ ഇത്തരം ഹദീസുകളെയും ഉത്തരവാദിത്വങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക. അതിനുള്ള ശരിയായ ബോധം നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അവരുടെയും ചെറുതുമായ മുഴുവൻ പാവങ്ങളെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പതിലുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ ജയിലുകൾ കഴിയേണ്ടി വരുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ജയിലിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ പ്രയാസത്തിൽ കഴിയുന്നവരുടെ കുടുംബാദികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനവും സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റി അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നും ദീനിനു വേണ്ടി മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ ഉന്നതമായ ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുമാറാകട്ടെ. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.